ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ചരിത്രത്തിലേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ MSC ഐറീന വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ MSC ഐറീന വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു. കപ്പലിനെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. രാവിലെ 8:45ഓടെയാണ് കപ്പൽ തീരത്തേക്കടുത്തത്. കണ്ടെയ്നറുകൾ ഇറക്കിയ ശേഷം ഐറീന യൂറോപ്പിലേക്ക് തിരിക്കും. മലയാളിയായ ബില്ലി ആന്റണിയാണ് പടുകൂറ്റൻ കപ്പലിന്റെ കപ്പിത്താൻ. ഈ കപ്പലെത്തുന്ന രാജ്യത്തെ ആദ്യ തുറമുഖമാണ് വിഴിഞ്ഞം. ചൈന, കൊറിയ, സിംഗപ്പൂർ രാജ്യങ്ങളിലെ തുറമുഖങ്ങളിലെത്തിയ ശേഷമാണ് കപ്പൽ വിഴിഞ്ഞത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയോടെ കപ്പൽ പുറംകടലിലെത്തിയിരുന്നു. എന്നാൽ 7ഓളം കപ്പലുകൾ തുറമുഖത്ത് വരാനുണ്ടായിരുന്നു. അവയിലെ ചരക്കുകൾ കൈകാര്യം ചെയ്ത ശേഷമാണ് ഐറീനയെ വരവേൽക്കുന്നത്. സിംഗപ്പൂരിൽ നിന്നാണ് കപ്പൽ കഴിഞ്ഞ മാസം 29-ന് പുറപ്പെട്ടത്. ഷെഡ്യൂൾ ചെയ്യാത്തതിനാൽ വേഗം കുറച്ചെത്തുകയായിരുന്നു. കണ്ടെയ്നർ ഇറക്കിയ ശേഷം യൂറോപ്പിലേക്ക് തിരിക്കും. ഇതേ പരമ്പരയിൽ 6 വലിയ കപ്പലുകളാണുള്ളത്. ഇതിൽ MSCയുടെ തന്നെ തുർക്കിയ മിഷേൽ കപ്പല്ലിനി എന്നിവ വിഴിഞ്ഞത്തെത്തിയിരുന്നു. കമ്മീഷൻ ചെയ്ത വെറും 1 മാസം മാത്രമാകുന്നതിനിടെയാണ് 1/2 കിലോമീറ്ററോളം നീളമുള്ള ഐറീന വിഴിഞ്ഞം തുറമുഖത്തെത്തുന്നത്. MSCയുടെ ജെയ്ഡ് സീരീസിൽ ഉൾപ്പെടുന്ന ഐറീനയ്ക്ക് 400 മീറ്റർ നീളവും 62 മീറ്റർ വീതിയുമുണ്ട്. 24,346 EU കണ്ടെയ്നർ ശേഷിയാണ് കപ്പലിനുള്ളത്. ലൈബീരിയൻ ഫ്ളാഗുള്ള ഐറീന 2023-ൽ നിർമ്മിച്ച നീറ്റിലിറക്കിയതാണ്. 22 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള നിർമ്മിതിയാണ്. ഐറീനയിൽ നിന്ന് 4000 കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തിറക്കുമെന്നാണ് സൂചന. ശേഷം കപ്പൽ യൂറോപ്പിലേക്ക് തിരിക്കും. ദുബായ്, കൊളംബോ തുറമുഖങ്ങളിലൊന്നും ഇതുവരെ അടുക്കാത്ത ഐറീന ഇന്ത്യയിലെ ഒരു തുറമുഖത്ത് ആദ്യമായാണ് എത്തുന്നത്. ഇത്രയും നേട്ടങ്ങൾ തന്നെയാണ് വിഴിഞ്ഞത്തെ മറ്റു തുറമുഖങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിൽ പ്രവർത്തനമാരംഭിക്കാനൊരുങ്ങി സ്റ്റാർലിങ്ക്. സാധാരണക്കാരന് താങ്ങാനാകാത്ത വില. അൺലിമിറ്റഡ് ഡാറ്റയ്ക്ക് 3000 രൂപയും റിസീവർ കിറ്റിന് 33,000 രൂപയും. ഇലോൺ മസ്കിന്റെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കമ്പനിയായ സ്റ്റാർലിങ്കിന് കഴിഞ്ഞ ദിവസമായിരുന്നു കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പിൽ നിന്ന് ലൈസൻസ് ലഭിച്ചത്. ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സാറ്റലൈറ്റ് അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം 12 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 600 മുതൽ 700 Gbps വരെ വേഗതയാണ് സ്റ്റാർലിങ്ക് വാഗ്ദാനം ചെയ്യുന്നത്. പരമ്പരാഗത ഫൈബർ മൊബൈൽ നെറ്റ്വർക്കുകൾ പരിമിതമോ ലഭ്യമോ അല്ലാത്ത ഗ്രാമീണ വിദൂര പ്രദേശങ്ങളിൽ ലോ എർത്ത് ഓർബിറ്റ് ഉപഗ്രഹങ്ങളിലൂടെ ഇന്റർനെറ്റ് സേവനം എത്തിക്കാൻ സ്റ്റാർലിങ്കിന് സാധിക്കും. സ്റ്റാർലിങ്ക് 100-ലധികം രാജ്യങ്ങളിൽ നിലവിൽ റെസിഡൻഷ്യൽ റോമിംഗ് പ്ലാനുകൾ നൽകുന്നു. മിക്ക സ്ഥലങ്ങളിലും റെസിഡൻഷ്യൽ പ്ലാൻ 2ആയി തരംതിരിച്ചിരിക്കുന്നു. റെസിഡൻഷ്യൽ, ലൈറ്റ്, സ്റ്റാൻഡേർഡ് റെസിഡൻഷ്യൽ എന്നിങ്ങനെയാണ് അവ. സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾ ഏറ്റവും ചെലവ് കുറഞ്ഞ് ലഭ്യമാക്കിയിട്ടുള്ളത് സാംബിയയിലാണ്. സേവനം ലഭിക്കുന്ന ഏറ്റവും ചെലവേറിയ രാജ്യം US ആണ്. ഏഷ്യയിൽ മംഗോളിയ, ജപ്പാൻ, ഫിലിപ്പീൻസ്, മലേഷ്യ, ഇന്തോനേഷ്യ, ജോർദാൻ, യമൻ, അസർബൈജാൻ എന്നിവിടങ്ങളിലാണ് സ്റ്റാർലിങ്ക് കൂടുതലും പ്രചാരത്തിലുള്ളത്. ഇന്ത്യയിൽ പരിധിയില്ലാത്ത ഡാറ്റയ്ക്ക് പ്രതിമാസം 3000 രൂപ വിലയും ഒറ്റത്തവണ ചെലവായി റിസീവർ കിറ്റിന് 33,000 രൂപയും ഈടാക്കുമെന്നാണ് കരുതുന്നത്. ബംഗ്ലാദേശിലെ വിലനിർണ്ണയ മാതൃകയെ അടിസ്ഥാനമാക്കിയാണ് ഈ നിരക്കുകൾ കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി പ്രതിമാസം 850 രൂപയിൽ താഴെ പ്രമോഷണൽ അൺലിമിറ്റഡ് ഡാറ്റ പ്ലാനുകളുമായി സ്റ്റാർലിങ്ക് അരങ്ങേറ്റം കുറിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഒരു സാറ്റലൈറ്റ് ഡിഷ്, വൈഫൈ റൂട്ടർ എന്നിവ ഉൾപ്പെടുന്ന ഹാർഡ്വെയർ കിറ്റും സ്റ്റാർലിങ്ക് ഉപഭോക്താക്കൾക്ക് വാങ്ങേണ്ടി വരും. അതേസമയം ഇന്ത്യയിലെ അന്തിമ വിലനിർണ്ണയ ഘടന ഔദ്യോഗികമായി സ്റ്റാർലിങ്ക് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ നിരക്ക് സംബന്ധിച്ച് വ്യക്തത കൈവരിക്കുകയുള്ളൂ. യൂടെൽസാറ്റ് വൺവൈബിനും ജിയോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസിനും ശേഷം രാജ്യത്ത് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നതിനുള്ള ലൈസൻസ് ലഭിക്കുന്ന 3ാമത്തെ കമ്പനിയാണ് സ്റ്റാർലിങ്ക്. ആമസോണിന്റെ കൈപ്പർ ലൈസൻസിനുള്ള അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ്. ഇതുകൂടി ചേരുന്നതോടെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നതിന് 4 കമ്പനികൾ തമ്മിൽ കടുത്ത മത്സരമായിരിക്കും നടക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. സ്മാർട്ട് ഫോൺ വേണമെന്നില്ല. സാധാരണ ഫോൺ ഉപയോഗിക്കുന്നവർക്കും UPI പേയ്മെന്റുകൾ നടത്താം. പുതിയ ആപ്പ് പുറത്തിറക്കാനൊരുങ്ങി ഫോൺപേ. ഫീച്ചർ ഫോൺ ഉപയോക്താക്കളിലേക്ക് ഡിജിറ്റൽ പേയ്മെന്റ് സൗകര്യം എത്തിക്കുന്നതിനായി ഓൺലൈൻ പേയ്മെന്റ് ആപ്പായ ഫോൺപേ ഇപ്പോൾ ഒരു വലിയ ചുവടുവെപ്പ് നടത്തിയിരിക്കുകയാണ്. ഗുപ്ഷപ്പിന്റെ UPI അധിഷ്ഠിത GS Pay സാങ്കേതികവിദ്യയുടെ IP വാങ്ങിയതായി കമ്പനി പ്രഖ്യാപിച്ചു.
ഈ കരാറിന് കീഴിൽ ഫോൺപേ ഇന്ത്യയിലെ ഫീച്ചർ ഫോണുകൾക്കായി സ്വന്തം UPI ആപ്പ് ഇറക്കും. സ്മാർട്ട് ഫോണുകൾക്ക് പകരം ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന NPCIയുടെ UPI 123 പേ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയായിരിക്കും പുതിയ ആപ്പ് എന്ന് ഫോൺപേ അറിയിച്ചു. ഈ ആപ്പ് വഴി ഉപയോക്താക്കൾക്ക് പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്ഫർ, ഓഫ്ലൈൻ QR പേയ്മെന്റ്, മൊബൈൽ നമ്പറിൽ നിന്നോ സെൽഫ് QRൽ നിന്നോ പേയ്മെന്റ് സ്വീകരിക്കൽ തുടങ്ങിയ അടിസ്ഥാന UPI സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. വളർന്നുവരുന്ന ഡിജിറ്റൽ പേയ്മെന്റ് വിപണിയിൽ പങ്കാളികളാകാൻ ദശലക്ഷക്കണക്കിന് ഫീച്ചർ ഫോൺ ഉപയോക്താക്കളെ പ്രാപ്തരാക്കാൻ ഇതിലൂടെ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഫോൺപേയുടെ സഹസ്ഥാപകനും സിഇഒയുമായ സമീർ നിഗം പറഞ്ഞു. രാജ്യത്തെ ഫീച്ചർ ഫോൺ ഉപയോക്താക്കൾക്കും സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളെ പോലെ UPI ഉപയോഗിക്കാമെന്നും രണ്ടും തമ്മിൽ ഒരു വിടവും ഉണ്ടാകരുത് എന്നതാണ് കമ്പനിയുടെ നയം. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിന് പുറത്തുള്ള രാജ്യത്തെ കോടിക്കണക്കിന് ആളുകളെ ഓൺലൈൻ സാമ്പത്തിക സൗകര്യങ്ങളിലേക്ക് ആകർഷിക്കാൻ പുതിയ നീക്കം സഹായിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൈനീസ് സർക്കാരുമായി ബന്ധമുള്ള ഗ്രൂപ്പുകൾ ChatGPT ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണവുമായി OpenAI 3 മാസത്തിനിടെ നിരവധി വ്യാജ അക്കൗണ്ടുകൾ നിരോധിച്ചതായും OpenAI. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും രഹസ്യ പ്രചാരണങ്ങൾക്കുമായി ചൈനീസ് സർക്കാരുമായി ബന്ധമുള്ള ഗ്രൂപ്പുകൾ ChatGPT പോലുള്ള AI ടൂളുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന ആരോപണമായി OpenAI കഴിഞ്ഞ 3 മാസത്തിനിടെ ഇത്തരത്തിലുള്ള നിരവധി ക്യാമ്പയിനുകൾ കണ്ടെത്തി തകർത്തതായും ഇതുമായി ബന്ധപ്പെട്ട നിരവധി വ്യാജ അക്കൗണ്ടുകൾ നിരോധിച്ചതായും OpenAI ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കി. സ്നീർ റിവ്യൂ എന്ന് വിളിപ്പേരുള്ള ഒരു ക്യാമ്പയിനിൽ ChatGPT ഉപയോഗിച്ച് ടിക്ടോക്ക്, എക്സ്, റെഡിറ്റ്, ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുകയും വ്യാജ ചർച്ചകൾ സൃഷ്ടിക്കുകയും ചെയ്തതായി ആരോപിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര താരിഫുകളെ വിമർശിക്കുന്നത് ഉൾപ്പെടെ അമേരിക്കൻ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സൃഷ്ടിക്കുന്നതിനും AI ടൂൾ ഉപയോഗിച്ചുവെന്നും OpenAI അധികൃതർ വ്യക്തമാക്കി. AIയുടെ ദുരുപയോഗം സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. സ്ക്രിപ്റ്റുകൾ മാറ്റുക, സിസ്റ്റങ്ങൾ കോൺഫിഗർ ചെയ്യുക, പാസ്വേഡുകൾ നിർമ്മിക്കുന്നതിനുള്ള ടൂളുകൾ ഉണ്ടാക്കുക തുടങ്ങിയ സൈബർ പ്രചാരണങ്ങൾക്കും ChatGPT ഉപയോഗിച്ചതായി റിപ്പോർട്ട് പറയുന്നു. ഇതിനു പുറമെ വ്യാജ മാധ്യമ പ്രവർത്തകരോ വിശകലന വിദഗ്ധരോ ആയി ചമഞ്ഞ് യഥാർത്ഥ ഉപയോക്താക്കളുമായി ഇടപഴകി വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങളും നടന്നതായാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പോക്കോ F7 മൊബൈൽ ഇന്ത്യയിലേക്ക് ലോഞ്ചിങ് ഈ മാസം അവസാനം. ഷവോമിയുടെ സബ് ബ്രാൻഡായ പോക്കോയുടെ പുതിയ ഫോണാണ് പോക്കോ F7. ഫ്ലിപ്കാർട്ടാണ് വാർത്ത പുറത്തുവിട്ടത്. ഫ്ലിപ്കാർട്ട് പേജിൽ ലോഞ്ച് തീയതി അറിയിച്ചെങ്കിലും URLൽ ഫോൺ ഈ മാസം വിപണിയിലെത്തുമെന്ന് സൂചന നൽകുന്നു. നിലവിൽ സ്മാർട്ട് ഫോണിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എന്നിരുന്നാലും റെഡ്മി ടർബോ 4 പ്രോയ്ക്ക് സമാന്തരമായിട്ടുള്ള ഫോണായിരിക്കും പോക്കോ F7 എന്നാണ് സൂചനകൾ. F7 പ്രോയിൽ സ്നാപ്ഡ്രാഗൺ 8 Elite 3 ചിപ്പ് സൈറ്റ് ആയിരിക്കും. 6.6 ഇഞ്ച് AMOLED ഡിസ്പ്ലേ കൂടാതെ ഫോണിൽ 50 MB ഡ്യുവൽ റിയർ ക്യാമറ സിസ്റ്റവും ഉണ്ടായിരിക്കും. പോക്കോ F7ൽ Android 15 അടിസ്ഥാനമാക്കിയുള്ള HyperOS 2 കൂടാതെ ഓപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും ഉണ്ടായിരിക്കും. പോക്കോ F7ന്റെ ചൈനീസ് പതിപ്പിൽ പച്ച, കറുപ്പ്, വെള്ള എന്നീ നിറങ്ങളുണ്ട്. ഈ കളർ ഓപ്ഷനുകൾ ഇന്ത്യയിലേക്ക് എത്തുമോ എന്ന് വ്യക്തമല്ല. പോക്കോ F7ന് 30,000 മുതൽ 35,000 രൂപ വരെ വിലയുണ്ടാകുമെന്നാണ് കണക്കുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.